وسلم سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. പ്രിയമുള്ള ഉമ്മമാരെ, ക്ലാസ് തുടങ്ങാൻ കുറച്ച് വേഗം കാര്യമില്ലാതെ അതുകൊണ്ടാണ് എല്ലാവരും അറിയാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെയും ക്ലാസ് നടക്കുന്നുണ്ട്. പരമാവധി എല്ലാവരെയും അറിയിച്ച് നേരത്തെ 10:30 തുടങ്ങാൻ എല്ലാവരും തിരക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഇന്ന് പോയിട്ട് മറ്റുള്ളവരൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത ആഴ്ച വേറെ ക്ലാസ് വരുന്നുണ്ട്. പരമാവധി ഉമ്മമാരാണ് മാത്രമാണുള്ളത്, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ വന്നെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ ഒരു റാഹത്തും ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് പരമാവധി എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ക്ലാസ് ആരംഭിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم نشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليكم يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. محمد أشرف الأعراب والعجم. محمد خير من يمشي على قدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد باسط المعروف جامعة. محمد صاحب الإحسان والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد ذكره روح لأنفسنا. محمد شكره فضلا على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة محمد صلى الله عليه وسلم. الله سبحانه وتعالى നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ.
അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുറാദുകളുണ്ട്, അല്ലാഹു ഹാസിലാക്കി തരട്ടെ. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റമദാനിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു എല്ലാം നമുക്ക് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അതേപോലെ തന്നെ എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ക്ലാസിന്റെ ഉദ്ഘാടന ക്ലാസ്സാണ് ഇപ്പോൾ ഇന്ന് തുടങ്ങുന്നത്. നമ്മൾ 10:30 സമയം പറഞ്ഞതായിരുന്നു, തുടങ്ങാൻ 10:50 സമയമായിട്ടുണ്ട്. 20 മിനിറ്റോളം അവിടെ നഷ്ടപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി വന്നതായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ തീരുമ്പോൾ നോക്കാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ശുക്കൂർ ഉസ്താദായിരിക്കും ക്ലാസ് എടുക്കാം. അപ്പോൾ 10:30 എന്നുള്ള സമയത്ത് ആ സമയത്ത് തന്നെ എല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശനിയാഴ്ചയും ഞായറാഴ്ചയായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവുക. അടുത്ത ശനിയാഴ്ച ക്ലാസ് എടുക്കുന്നത് നമുക്ക് സുപരിചിതനായ ബസീർ ഉസ്താദായിരിക്കും ക്ലാസ് എടുക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം നമ്മൾ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്ത്, അതേപോലെ ഫിത്ർ സക്കാത്തിൽ ബന്ധപ്പെട്ട കുറച്ച് മസാലകളൊക്കെ ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പിരിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിധം തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പുണ്യങ്ങളുടെ പൂക്കാലമായി പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് 14ാമത്തെ നോമ്പെടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമ്മളെ കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി 2 ആഴ്ചൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പെരുന്നാൾ നമ്മളിലേക്ക് വരികയാണ്. ഇനി 15 ദിവസമേ ഉള്ളൂ. വിലപ്പെട്ട ദിവസം 14 ദിവസം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടിട്ടുള്ള ഇബാദത്ത് നമുക്ക് ധന്യമാവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ തറാവീഹുമായി അതേപോലെ മറ്റുള്ള നിസ്കാരങ്ങളുമായിട്ടൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തി ജീവിക്കുന്ന ആളുകളാണ്, അതേപോലെ ജീവിച്ചിരിക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മടങ്ങാം നാദരിലേക്ക് എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന എല്ലാവിധ കറകളും മായ്ച്ച് അള്ളാഹുവിലേക്ക് ഇനിയെങ്കിലും അത് തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം വിനിയോഗിക്കാൻ ഈ ക്ലാസ് കാരണമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് റമദാനിലാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ റമദാൻ അപേക്ഷിച്ചിടത്തോളം, പരിശുദ്ധ റമദാൻ അപേക്ഷിച്ചിടത്തോളം മറ്റു 11 മാസത്തിനേക്കാളും ഏറ്റവും മഹത്വമുള്ള മാസമാണ് റമദാൻ എന്നുള്ള മാസം. അതിൽ 5 വിശേഷങ്ങളാണ് വരുന്നത്. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വാർഷികമാണ് നമ്മളുള്ളത്. ഈ 14 നോമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞുപോയി. ഈ 14 ദിവസത്തിൽ പല ആളുകളും 1, 2, 3, 4 ഖത്മുകൾ തീർത്ത സഹോദരികൾ എന്റെ മുമ്പിൽ ഉണ്ടായേക്കാം. അല്ലാഹു കബൂലാക്കട്ടെ. ഓതേണ്ട മാസം തന്നെയാണ് പരിശുദ്ധ റമദാനിൽ ഖുർആനിന്റെ വാർഷികമാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ പ്രത്യേകത, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് എന്നാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് ഈ മാസത്തിൽ ഓരോ ദിവസവും സ്വർഗം അലങ്കരിക്കുന്നുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനോട് പറഞ്ഞിട്ടുണ്ട്, സ്വർഗം അലങ്കരിക്കുക. റമദാൻ 1 മുതൽ 30 ദിവസങ്ങൾ സ്വർഗം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു ഓർഡർ കൊടുക്കുന്ന ദിവസമാണ്. നാലാമതായി മഹാരഥന്മാര് പഠിപ്പിക്കുന്നത് ഇദാ ജാഅ റമദാന ഫഫുതിഹ അബ്വാബുൽ ജന്ന
وغلقت أبواب النار. റമദാൻ മാസം ആഗതമായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലുകൾ മലക്ക തുറക്കപ്പെടുന്ന മാസമാണ്. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്ന മാസമാണ്. പുണ്യങ്ങൾ പൂക്കുന്ന പുണ്യ റമദാൻ. ഈ മാസമാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്നത് പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. അഞ്ചാമത്തെ പ്രത്യേകത മഹാരഥന്മാര് പഠിപ്പിക്കുന്നത്, ഇതിൽ ഒരു നന്മ ചെയ്താലും 70 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന മാസമാണ് പുണ്യമാസമായ റമദാൻ. 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട്. മറ്റു മാസത്തിൽ ഒരു നന്മ ചെയ്താൽ അള്ളാഹു നമുക്ക് നൽകപ്പെടുന്നത് ഒരു നന്മക്ക് 10 കൂലിയാണ്. എന്നാൽ ഈ റമദാനിൽ ഒരാള് മുസ്ഹഫിൽ നിന്നിട്ട് അലിഫ് ലാം മീം എന്നെങ്ങാനും ഓതിക്കഴിഞ്ഞാൽ റമദാനിലല്ലാത്ത മാസത്തിൽ 30 ഹസനത്ത് അവർക്ക് കൂലി കിട്ടേ. നേരെ മറിച്ച് അലിഫ് ലാം മീം എന്നെങ്ങാനും റമദാൻ മാസത്തിലാണ് ഓതിയതെങ്കിൽ 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന മാസമാണ് പുണ്യങ്ങൾ പോക്കുന്ന പുണ്യ റമദാൻ. അല്ലാഹു നമ്മൾ ചെയ്ത ഇബാദത്തുകളെല്ലാം അങ്ങനെയുള്ള ഇബാദത്താക്കി തരട്ടെ. മാത്രമല്ല ഈ റമദാനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സിഉ ബിഹി, അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. ഏതെങ്കിലും ഇബാദത്തിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടില്ല നിസ്കാരം എനിക്കുള്ളതാണ്, നിസ്കാരത്തിന്റെ മഹത്വത്തൊക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കുന്നവർക്ക് ഇന്ന ഫള് ഇന്ന വാതിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സകാത്ത് കൊടുത്താനുള്ള മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ദാനധർമ്മങ്ങൾ കൊടുത്താനുള്ള മഹത്വം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത് അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സിഉ ബിഹി, അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ്. മറ്റുള്ള ഇബാദത്തുകളെ പോലെയുള്ള നോമ്പ് ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ഇവൻ നിസ്കരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അതേപോലെ മറ്റുള്ള ഇബാദത്തുകളൊക്കെ കാണൽ കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ത് ഇബാദത്താണ് ചെയ്യുന്നത് എങ്കിൽ. എന്നാൽ പരിശുദ്ധ റമദാനിലെ നോമ്പ് നോക്കിയാൽ കാണൂല, അത് അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ബാധ്യതയാണ്. അത് അടിമക്കും ഉടമക്കും മാത്രമേ അറിയുള്ളൂ. അതൊരു ബാധ്യത ഉണ്ടാക്കുള്ള ഒരു ടച്ചപ്പാണ്. മഹാരഥന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നാളെ മഹ്ശറ വനസഭയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ ദുനിയാവിൽ നിന്നിട്ട് നോമ്പെടുത്തു. നോമ്പെടുത്തതിന്റെ പുറമെ മറ്റുള്ള കുറ്റപ്പെടുത്തലുകളും സംസാരങ്ങളും വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും വന്നു. മറ്റുള്ളവനെ കയറ്റി പറഞ്ഞു, അതേപോലെ അവന്റെ വീട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞു, ഇവൻ ഇബാദത്തും ചെയ്തിട്ടുണ്ട്, ഈ മനുഷ്യൻ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരും. ഇവനെ കൊണ്ടുവന്നതിന് ശേഷം അവനെ സംബന്ധിച്ച് ഹിസാബിടുകയാണ്. ഹിസാബിട്ടുന്ന സമയത്ത് കുറ്റം പറഞ്ഞ ആളുകളെല്ലാം വരിയായി മഹ്ശറയിലേക്ക് കടന്നു വരുന്നുണ്ട്. മഹ്ശറയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ചെയ്ത ഇബാദത്തുകളെല്ലാം നിസ്കരിച്ചതിന്റെ ഫള്, അതിൻ്റെതായ പ്രതിഫലം ആരെയാണോ കുറ്റം പറഞ്ഞത്, കുറ്റം പറഞ്ഞ ആളുകളിലേക്ക് കൊടുക്കുന്നു. സുബഹി പോയി. അതേപോലെ തന്നെയാണ് മറ്റുള്ള നിസ്കാരം, തഹജ്ജുദാവട്ടെ, രാത്രി നാമങ്ങളിൽ ആരും കാണാതെ തഹജ്ജുദ് നിസ്കരിച്ച ഉമ്മ, അതിന്റെ ഫള് മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയും മറ്റുള്ളവൻ കൊണ്ടുപോകുന്നു. എന്നാൽ ഇവർക്ക് എല്ലാ സൽക്കർമ്മത്തിന്റെയും ഫളലുകൾ
അതിന്റെ പ്രതിഫലം കൊടുത്തു. ആളുകൾ ഇനിയും വരി നിൽക്കുകയാണ്, കൊടുത്തിട്ട് തീരുന്നില്ലല്ലോ. എന്നിട്ട് ഈ പറയപ്പെട്ടവന്റെ തെറ്റുകൾ ഈ മനുഷ്യരിലേക്ക് ചാർത്തുന്ന ഒരു രംഗം വരാനുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ റമദാനിൽ ആരെങ്കിലും അല്ലാഹുവിലേക്ക് കൂലി ആഗ്രഹിച്ചോ, അതേപോലെ തന്നെയാണ് പാപങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പരിശുദ്ധ റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചാൽ ഇത് ആർക്കും വീതിച്ചു കൊടുക്കാൻ വീതിച്ചു കൊടുക്കുകയില്ല എന്ന് മഹാരഥന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ആർക്കും വീതിച്ചു കൊടുക്കാനുള്ള അർഹതയുണ്ടാവില്ല. കാരണം അത് അടിമയും ഉടമയും തമ്മിലുള്ളതായ ഒരു കരാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല മുഅ്മിനീങ്ങളെ, സകല വസ്തുക്കളും റമദാൻ വന്നതിൽ സന്തോഷിക്കുന്നുണ്ട്. ഏതുവരെ സന്തോഷിക്കുന്നു? റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, ഇദാ അല്ല ഹിലാല റമദാൻ, റമദാൻ മാസം പിറവി കണ്ടാൽ സറഹൽ അർശ് അട്ടഹസിക്കുന്നു, വൽ കുർസിയ്യു അല്ലാഹുവിന്റെ സിംഹാസനം അട്ടഹസിക്കുന്നു, വൽ മലായികത്തു അല്ലാഹുവിന്റെ മലക്കുകളും അട്ടഹസിക്കുന്നു. എന്തിന്റെ പേരിലാണോ അട്ടഹസിക്കുന്നത്? പരിശുദ്ധ റമദാൻ വന്നതിന്റെ പേരിൽ അട്ടഹസിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടാണ് അട്ടഹസിക്കുന്നത്? തൂബാ ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിലേക്ക് ആശംസ പറഞ്ഞുകൊണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഗോളങ്ങളും താരങ്ങളും മാമലകളും മലകളും സമതലങ്ങളും ആറുകളും പുഴകളും ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും അട്ടഹസിക്കുന്നു, ആശംസ പറയുകയാണ്. ഈ ഉമ്മത്തിലേക്ക് ആശംസ പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുന്നു. മാത്രമല്ല മനുഷ്യന് വേണ്ടിയിട്ട് സൂര്യൻ ഇസ്തിഗ്ഫാർ തേടുന്നു, വൽ ഖമറു ചന്ദ്രനും ഇസ്തിഗ്ഫാർ തേടുന്നു, വൽ കവാകിബു അതേപോലെ തന്നെയാണ് നക്ഷത്രം ഇസ്തിഗ്ഫാർ തേടുന്നു, വതൂരി ഫീ ഹവായി വായുവിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും ഇസ്തിഗ്ഫാർ തേടുന്ന ഒരേ ഒരു മാസമാണ് പുണ്യങ്ങൾ പൂക്കുന്ന പുണ്യ റമദാൻ. അതേപോലെ തന്നെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിക്കുകയാണ്, നിങ്ങളുടെ നിസ്കാരം മതി, നിങ്ങളുടെ നിസ്കാരം മതി, നിങ്ങൾ എനിക്ക് ചെയ്യുന്ന തസ്ബീഹുകൾ നിർത്തിവെക്കുക. ഫീ റമദാൻ, റമദാൻ മാസത്തിലെ തസ്ബീഹും നിസ്കാരവും നിർത്തിവെച്ചിട്ട് ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മത്തി നബി തങ്ങളുടെ സമൂഹത്തിന്റെ വേണ്ടി ഇസ്തിഗ്ഫാർ തേടണേ എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി ആവശ്യപ്പെടും. വല്ലാത്തൊരു മാസമാണ് റമദാൻ മാസം. നമ്മളിപ്പോ ഫസ്റ്റത്തെ റഹ്മത്തിന്റെ 10 നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്നത് മഗ്ഫിറത്തിന്റെ 10ലാണ്. അല്ലാഹു റഹ്മത്ത് നൽകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. റഹ്മത്തിന്റെ 10 നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. റഹ്മത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്നത് രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. നബി തങ്ങൾ പഠിപ്പിച്ച രണ്ടാമത്തെ 10ലാണ് നമ്മൾ നിലനിൽക്കുന്നത്. പാപമോചനത്തിന്റെ 10ലാണ് നമ്മൾ. റമദാൻ 10 മുതൽ 20 വരെ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു റബ്ബേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ് എന്നുള്ള ദുആ ചെയ്യേണ്ട
മനസ്സിലാക്കേണ്ടത് അല്ലാഹു മഗ്ഫിറത്ത് തരുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന് 99 പേരുകൾ പറയപ്പെട്ടിട്ട് കൂടുതലായിട്ട് അല്ലാഹുവിന്റെ പേരുകൾ പരാമർശിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് അല്ലാഹു പൊറുക്കുന്നവനാണ് എന്നുള്ള മഅനക്ക. ഒന്നാമതായി പറയുന്നത് ഗഫൂർ, അല്ലാഹു അല്ലാതെ പൊറുക്കുന്നവനാണ്. ഗഫാറ എന്ന് പറഞ്ഞാലും അതേ അർത്ഥമാണ്. അഫൂൻ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥമാണ്. തൗവാബ് എന്ന് പറഞ്ഞാലും പശ്ചാത്താപിച്ചാൽ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നല്ലേ. അപ്പോൾ ഈ 4 വാക്കുകളും അല്ലാഹു പാപം പൊറുക്കുന്നവനാണ് എന്നുള്ള മഅനക്കാണ് ഈ പേരുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അല്ലാഹു ഏറെ പൊറുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ നിരാശപ്പെടേണ്ട. നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ. നബിയേ, എൻ്റെ അടിമകളോട് നിങ്ങൾ പറയണേ, അസ്റഫൂ, നിങ്ങൾ ഉണരുക, അലാ അൻഫുസിഹിം, ഓരോ നഫ്സുകളും ഉണരുക, അലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരാളും നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ, തീർച്ചയായും പടച്ച റബ്ബ്, യഗ്ഫിറു ദുനൂബ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നു, ജമീഅ, മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു വല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനോ വല്ലാതെ കരുണ കാണിക്കുന്നവനുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും നിലക്ക് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്. ഇസ്തിഗ്ഫാർ തേടിക്കഴിഞ്ഞാൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മളിലേക്കൊന്ന് എടുക്കണം. പാപങ്ങൾ പൊറുക്കാനുള്ള കാരണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ നിലക്കുള്ള കാരണങ്ങളല്ല പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നു. നമ്മുടെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത നബി തങ്ങൾ 70 തവണയായി 100 തവണയായി രാവിലെയും വൈകുന്നേരവും പാപമോചനം തേടുമായിരുന്നു. ഇനി നമ്മളിലേക്കൊന്ന് എടുത്തു നോക്കൂ. ഞാനും നിങ്ങളും ഇസ്തിഗ്ഫാർ ചോദിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങൾ ഒരു തെറ്റുമേ ഇല്ല, ഒരു കുറ്റമേ ഇല്ല. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ ചങ്കിലെ ചോരയായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70 തവണയായി 100 തവണയായി ഇസ്തിഗ്ഫാർ തേടുമായിരുന്നു. ഇസ്തിഗ്ഫാർ നമ്മൾ തേടണം. കാരണം നടന്നു നീങ്ങുന്നതെല്ലാം ഹറാമിലേക്കാണ്. സാഹചര്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ മാർഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നത് ഹറാമിലേക്കാണ്. കണ്ണുകൊണ്ട് നോക്കുന്നതെല്ലാം ഹറാമാണ്. അതേപോലെ തന്നെയാണ് ചെവി കൊണ്ട് കേൾക്കുന്നതെല്ലാം ഹറാമാണ്. കാലുകൊണ്ട് ചലിക്കുന്നതെല്ലാം ഹറാമാണ്. കൈകൊണ്ട് പിടിക്കുന്നതെല്ലാം ഹറാമാണ്. മനമുരുകി പടച്ച റബ്ബിനോട് അല്ലാഹ് ചെയ്തു പോയ തെറ്റാണ്, ചെയ്തു പോയ കുറ്റമാണല്ലോ, അല്ലാഹുവേ മഗ്ഫിറത്തിന്റെ പത്തിലാണ് റബ്ബേ, നീ പുറത്തു തരണേ എന്ന് മനസ്സുരുകി പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം. ഇങ്ങനെ നോക്കിയാലും ഹറാം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
റബ്ബിന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തി തൗബ ചെയ്യണം. ഇതേ ഒരു മാർഗമുള്ളൂ. നീ തെറ്റ് ചെയ്യാതെ മരണപ്പെട്ടാലോ വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അള്ളാന്റെ കോടതിയിൽ രക്ഷയില്ല. അള്ളാന്റെ കോടതിയിൽ രക്ഷയില്ല. തൗബ ചെയ്തിട്ട് മരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം മനുഷ്യന്മാർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ബനി ആദമി ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തൗവാബീൻ, അതിൽ ഏറ്റവും ഖൈറായ ആള്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് തൗബ ചെയ്യുന്നവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ പ്രവാചകനാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്മാർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെറ്റിനെ നമ്മൾ പരസ്യമാക്കാൻ പറ്റില്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. അള്ളാഹു പൊറുക്കാൻ താമസമുള്ളൊരു തെറ്റുമാണത്. ഒരു തെറ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ ഏതെങ്കിലും നിലക്ക് വന്നു കഴിഞ്ഞാൽ ആ തെറ്റിന് മറ്റുള്ളവരോട് പോയിട്ട് ഞാൻ ഇന്നലെ ഇന്ന കാര്യം ചെയ്തു, എല്ലാത്തൊരു സന്തോഷമായി. കാരണം തെറ്റായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ പല നിലക്കും നമ്മൾ തെറ്റ് ചെയ്യും. ഈ തെറ്റ് നമ്മൾ സന്തോഷത്തോടു കൂടെ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അള്ളാഹ് മറച്ചു വെച്ചതായ കാര്യമാണ്. അതായത് ഈ തെറ്റ് പടച്ചറപ്പ് മറച്ചു വെച്ചിട്ടുണ്ടാകും. ഓനും അടിമയും ഉടമയും തമ്മിലുള്ള തെറ്റാണ്. അള്ളാഹ് മറച്ചു വെച്ച കാര്യത്തെ ഇവൻ തന്നെ പരസ്യപ്പെടുത്തുമ്പോ അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഇസ്തിഗ്ഫാർ തേടണം. സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞത്. സ്വഹാബികൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സ്വഹാബ 70 തവണ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണം. 70 തവണ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണം സ്വഹാബയുടെ കൂട്ടത്തിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഞങ്ങൾ എന്തിനാണ് 70 തവണ ഇസ്തിഗ്ഫാർ തേടുന്നത്? എന്തിനാണ് നബിയേ ഞങ്ങൾ 70 തവണ ഇസ്തിഗ്ഫാർ തേടുന്നത്? അവിടുന്ന് റസൂലുള്ളാഹി പറയുകയാണ്, അന്നത്തെ 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. അന്ന് ചെയ്ത 700 പാപം ഈ 70 ഇസ്തിഗ്ഫാറിലൂടെ പടച്ചറപ്പ് പുറത്തു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാറിലൂടെ മുന്നേറാം. പടച്ചറപ്പ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളവിടെ ഇല്ലന്മാരെ ഒന്ന് ഉറക്കനെ പറയട്ടാ. എന്തായാലും മുമ്പിൽ ആരും ഇല്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല പറയുമ്പോൾ. ഇത് ആരും കാണാതെ മുഖത്ത് നോക്കുമ്പോൾ രസമില്ലല്ലോ. മുഖത്തൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അതിന് പോയിന്റ്സും അത് പറയണോടത്തൊരു ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഇത് മനസ്സിലാവണില്ലേ ക്ലാസ്? കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ തന്നെ പോയാൽ പോരാ? ഉഷാറാ, നിങ്ങൾ ഏതായാലും ഉഷാറായിട്ട് നോമ്പല്ലേ. അപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് കുറച്ച് ആളുകൾ വന്ന് വേവലാതി പറഞ്ഞു. മഹാനായ ഹസൻ ബസ്രി ആരാ? 300ഓളം സ്വഹാബികളെ കണ്ട ഒരു താബീകളിൽപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു പണ്ഡിതനാണ് മഹാനായ ഹസനുൽ ബസ്രി. ഹസനുൽ ബസ്രി തങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, തങ്ങളെ, വെള്ളമില്ല, മഴയില്ല, കൃഷികളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്, ജീവിക്കാൻ ഒരു മാർഗവുമില്ലല്ലോ. അതിന്റെ പരിഹാരം, വെള്ളം ലഭിക്കാനുള്ള പരിഹാരം തങ്ങളെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അവിടുന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, നീ ധാരാളം ഇസ്തിഗ്ഫാർ തേടണേ. വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോഴും ഹസനുൽ ബസ്രി പറഞ്ഞത്, നീ ഇസ്തിഗ്ഫാർ തേടണേ. വേറൊരു ദിവസം മറ്റൊരാൾ വന്ന് പറഞ്ഞു,
വിവാഹം ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾക്ക് വാർദ്ധക്യം എത്തുന്ന സമയത്ത് ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ, ഞങ്ങൾക്ക് മക്കൾ വേണം തങ്ങളെ, അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ ഹസനുൽ ബസ്രി? അവിടുന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മനുഷ്യ നീ ധാരാളം ഇസ്തിഗ്ഫാർ തേടുക. അപ്പൊ മക്കളില്ലാത്തവരിൽ ഇസ്തിഗ്ഫാർ തേടുമ്പോ സ്വാലിഹത്തായ മക്കളെ കൊടുക്കുമെന്ന് മഹാരഥന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു കച്ചവടക്കാരൻ വരികയാണ്. തങ്ങളെ ഒരുപാട് വർഷങ്ങളോളമായി കച്ചവടം നടത്തുന്നുണ്ട്, കുറച്ചൊക്കെ ലാഭം കിട്ടിയിരുന്നു. പക്ഷേ ഈ സമയത്ത് കുറച്ച് ദിവസങ്ങളായി ഒരു ലാഭവുമില്ല. കച്ചവടം എടുത്തു വെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ തങ്ങളെ? അവിടുന്ന് പറഞ്ഞതും, നീ ഇസ്തിഗ്ഫാർ ധാരാളം പറയണേ. മൂന്നാൾ വന്നപ്പോഴും മൂന്നാക്കും ഒരേ ഉത്തരം, ഇസ്തിഗ്ഫാർ തേടുക, അല്ലാഹു അതിൽ ബർക്കത്ത് നൽകുന്നതാണ് എന്നാണ്. ശിഷ്യന്മാർ ചോദിച്ചു, 3 പേർക്കും ഒരേ ഉത്തരമാണല്ലോ നിങ്ങൾ നൽകിയത്. അവിടുന്ന് ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ദുഃഖങ്ങൾ വന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നാലും നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി മുരീദന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഖാബിദുൽ അർവാഹ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ധാരാളം ഇസ്തിഗ്ഫാർ തേടുന്നവന്റെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നൂല് വലിക്കുന്നത് രൂപത്തിലാണ് മഴപ്പെടുത്തിയ. എന്തായിരിക്കും അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്? മോശപ്പെട്ട തെറ്റുകൾ ചെയ്ത, കുറ്റങ്ങൾ ചെയ്ത, മറ്റുള്ള കാര്യങ്ങളെല്ലാം തെറ്റിലേക്ക് ഒരു വരവുമില്ലാതെ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? അസ്രായിലിനെ കണ്ടപാടെ ഈ മനുഷ്യൻ ഓടി വിളിക്കുകയാണ്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന സമയത്ത് ഓടി വിളിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരിക. ഒരു ദിവസം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നിങ്ങൾ കാഫിരീങ്ങളെ, തെറ്റുകൾ ചെയ്യുന്നവരെ, കുറ്റങ്ങൾ ചെയ്യുന്നവരെ റൂഹിനെ പിടിക്കുന്ന രൂപം എനിക്ക് കാണിച്ചു തരുമോ? ആരാ ചോദിക്കണത്? ആരാണ് ചോദിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ചോദിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവരെ, കുറ്റം ചെയ്യുന്നവരെ, കാഫിരീങ്ങളെ റൂഹിനെ പിടിക്കുന്നതിരിക്കുന്ന ആ രൂപം, ആ ശൈലി, ആ കോലം ഒന്ന് കാണിച്ചു തരുമോ അസ്രായിലെ? അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിങ്ങളെ കണ്ണിനൊന്ന് ചിമ്പണേ, നിങ്ങളെ കണ്ണിനൊന്ന് ചിമ്പുക. ചിമ്പിയതിന് ശേഷം അസ്രായിൽ പറഞ്ഞു, അത്ര ആ രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയൂല, എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടാവാൻ നിൽക്കുന്നത്, പ്രയാസപ്പെടാൻ വേണ്ടി നിൽക്കണെന്തിനാ, നിങ്ങൾക്ക് എൻ്റെ കോലം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് സാരില്ല, എന്തായാലും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടതുമില്ല. അവിടുന്ന് കണ്ണ് ചിമ്മാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴേക്കും കണ്ണ് തുറക്കാൻ വേണ്ടി വന്നു. കണ്ണ് തുറന്ന പാടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീണു എന്ന് അവിടുന്ന് പറഞ്ഞു. അസ്രായിലേ, നിന്നെ കാണുമ്പോ ഒരു ശിക്ഷയും ദുനിയാവിൽ ശിക്ഷയും നാളെ ആഖിറത്തിൽ വേണ്ട, നരകം വേണ്ട, സിറാത്ത് വേണ്ട, ഹിസാബ് വേണ്ട, നിന്നെ കാണൽ തന്നെയാണ് ഏറ്റവും വലിയ ഹിസാബ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ രംഗാണ് അസ്രായിലിന്റെ രംഗുള്ളത്. ബോധരഹിതനായിട്ട് വീണു എന്ന മണിക്കൂറോളം കടന്നിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നീച്ചു പോയത്.
ഈ രംഗം എല്ലാവർക്കും വരാനുണ്ട് ഉമ്മ. എന്റെ സഹോദരികളെ, എന്റെ ഉമ്മമാരെ, ഈ രംഗം എല്ലാവർക്കും വരാനുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ തേടുന്ന ഉമ്മയാണോ, എന്റെ പെങ്ങളാണോ, അവർക്ക് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് വെണ്ണയിൽ നൂല് വലിക്കുന്ന രൂപത്തിലാണ് അവന്റെ റൂഹിനെ കൊണ്ടുപോകുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ പറയാനുള്ളത് ടെൻഷനാണ്, ദുഃഖമാണ്, പ്രയാസമാണ്, വേദനയാണ്. പരിഹാരം ചോദിച്ച് പല ഉസ്താദുമാരിലേക്കും പല ഡോക്ടർമാരൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അല്ലാഹുവും റസൂലും പറഞ്ഞതായ ആ ഒരു മരുന്ന് നമ്മൾ കഴിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ള ടെൻഷനുകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ടെൻഷൻ മാറാനോ സമാധാനം ലഭിക്കാനോ മാനസികമായ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് പരിഹാരം എന്തെന്നറിയുമോ? ഇസ്തിഗ്ഫാർ തേടണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതേപോലെ തന്നെയാണ് ശാരീരിക വേദന മാറാൻ വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ശമനമുണ്ട് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പറയുന്ന ഹദീസാണ്, മാ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, വേദനയാവട്ടെ, ദുരിതങ്ങളാവട്ടെ, ദുഃഖങ്ങളാവട്ടെ, എന്ത് പ്രയാസങ്ങൾ വന്നാലും ഉമ്മ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ആ പ്രയാസത്തിനൊക്കെല്ലാം അല്ലാഹു അറിഞ്ഞു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടൂല എന്നാണ്. മക്കൾ നമ്മൾ ഒഴിവാക്കിയേക്കാം, ഉമ്മ നമ്മളെ ഒഴിവാക്കിയേക്കാം, വാപ്പ നമ്മളെ ഒഴിവാക്കിയേക്കാം, കുടുംബക്കാരൻ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കിയേക്കാം. എന്നാൽ ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് അവനെ അല്ലാഹു ഒഴിവാക്കുകയില്ല, അല്ലാഹു കൂട്ടിപ്പിടിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ തേടിക്കഴിഞ്ഞാൽ റബ്ബിലേക്ക് നമുക്ക് അടുക്കണം, അല്ലാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങണം. ഇസ്തിഗ്ഫാർ തേടിക്കഴിഞ്ഞാൽ നീ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ റിസ്ക് നൽകപ്പെടുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെയായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു റാഹത്തായിട്ടാണ് കഴിഞ്ഞു പോകുന്നുണ്ട്. ചില ആൾക്കാരന്മാരൊക്കെ പറയല്ലോ, ഞാൻ ആൾക്കണ പോയപ്പോഴത്തേക്കും എൻ്റെ മുറാദ് പഠിച്ചോണ്ട് ആസിലാക്കി തന്നിട്ടുണ്ട്. എന്തോന്നറിയില്ല, എനിക്ക് അല്ലാഹു പ്രത്യേകമായിട്ടൊരു അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട്. ഈ തരാറുണ്ട് എന്ന് പറഞ്ഞ ഉമ്മാനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ഉമ്മ ഇസ്തിഗ്ഫാർ ധാരാളം ചെയ്യുന്ന ഉമ്മായിരിക്കും. അല്ലാഹു കൈവിടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുന്നൊരു ദിക്റുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഒന്ന് നമ്മളൊന്ന് പഠിക്കണം. എന്ത് പാപമാണെങ്കിലും അല്ലാഹു പുറത്തു തരുന്നൊരു ദിക്റുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എത്ര വലിയ തെറ്റാണെങ്കിലും അല്ലാഹു പുറത്തു തരുന്ന ദിക്റാണ് നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. പഠിഞ്ഞോ? ഒന്നൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഈ ഹദീസ് ഇതര ഹദീസിൽ വന്നതാണ്. ശേഷം പറയുന്നത് ഗുഫിറതു ദുനൂബഹു വഇൻ കാന മിഥല സബദൽ ബഹർ. കടലിലെ നുരകൾക്കനുസരിച്ച്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും കടൽ കണ്ടവരാണ്. കടലിൽ എത്രമാനം നുരകൾ, നുര പറഞ്ഞ മനസ്സിലായില്ല, പതകൾ. നിങ്ങളുടെ നാട്ടിൽ തന്നെ പറയല് പത, നുര എന്താ പറയല്? പത. ആയിക്കോട്ടെ. അത് അത്രത്തോളം ഉണ്ടോ ഒരാൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് റബ്ബ് പുറത്തു തരും. ഈ ദിക്റ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം الذي لا إله إلا هو الحي القيوم وأتوب إليه എന്നുള്ള ദിക്ർ ധാരാളം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറയുകയാണ്, നബിയേ 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 നബി ഇബാദി അന്നി അലൽ ഗഫൂറുർ റഹീം. എൻ്റെ ദാസന്മാരോട്, എൻ്റെ അടിമകളോട്, എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അവരോട് പറയണേ, നബിയേ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പൊറുക്കുന്നവനാണ് എന്ന് നിങ്ങൾ പറയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറയുകയാണ്. അല്ലാഹു എല്ലാം പുറത്തു തരും. അത് നമ്മൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കുമ്പോൾ അല്ലാഹു എല്ലാം നമുക്ക് റാഹത്താക്കി തരുമെന്നാണ്. എന്ത് ഗൗരവമുള്ള തെറ്റാണെങ്കിലും, അതേപോലെ തന്നെ കാലപ്പഴക്കമുള്ള തെറ്റാണെങ്കിലും അല്ലാഹു പുറത്തു തരും. എന്തെന്ന് വെച്ചാൽ അല്ലാഹു ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ്, പൊറുക്കുന്നവനുമാണ് പടച്ച റബ്ബ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കരഞ്ഞു വന്നുകൊണ്ട് പറയുകയാണ്, നബിയോട് ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്തേക്ക് കരഞ്ഞ് കരഞ്ഞ് തേങ്ങിയ രൂപത്തിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ യബ്കീക യാ ഉമർ. നബിയേ ഉമറേ ഉമറേ, നിന്നെ കരയിപ്പിച്ച വസ്തു എന്തെന്നാ? നിന്നെ കരയിപ്പിച്ച വസ്തു എന്താണെന്ന് എന്താ? നബി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടതിന്റെ പേരിൽ എനിക്കും കരച്ചിൽ വന്നതാണ് നബിയേ. ആ മനുഷ്യനാണെങ്കിലോ കഅബയുടെ കില്ല പിടിച്ചിട്ടാണ് കരയുന്നത്. പറയുന്നുണ്ട്, എത്രേ റബ്ബേ, തെറ്റുപോയി ചെയ്തതാണ്, അറിയാതെ ചെയ്തതാണല്ലോ, നീ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കഅബയുടെ കില്ല പിടിച്ചൊരു ചെറുപ്പക്കാരൻ ദുആ ചെയ്ത ദുആ കാരണത്താലാണ് എനിക്ക് കരച്ചിൽ വന്നത് നബിയേ, എനിക്ക് കരച്ചിൽ വന്നത് നബിയേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ എന്റെ അരികിലേക്ക് കൊണ്ടുവാ. ആ ചെറുപ്പക്കാരനെ എന്റെ അരികിലേക്ക് കൊണ്ടുവാ. ചെന്നു ആ ചെറുപ്പക്കാരനെ വിളിച്ചു. നിങ്ങളെ നബിതങ്ങൾ വിളിക്കുന്നുണ്ട്. നബിതങ്ങളെ അരികിലേക്ക് എത്തിയപ്പോഴേക്കോ കരച്ചിലിന്റെ ഗൗരവം കൂടുകയാണ്, ഗൗരവം കൂടുകയാണ്. അവിടുന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? എന്ത് പാപമാണ് നീ ചെയ്തത്? ആ മനുഷ്യൻ പറയാൻ ആരംഭിച്ചു. ആ മനുഷ്യൻ പറയാൻ ആരംഭിക്കുകയാണ്, എന്റെ ജോലി എന്നുള്ളത് നബിയെ ഞാൻ പറയട്ടെ, എന്റെ ജോലി എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരിച്ച ആളുകളെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, കുളിപ്പിക്കുന്നു, അതേപോലെ തന്നെയാണ് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്നു, അതേപോലെ തന്നെയാണ് കഫൻ, അതേപോലെ തന്നെയാണ് മറവ് ചെയ്യുന്നു. എല്ലാ നിലക്കും മുൻനിരയിൽ ഞാൻ ഉണ്ടാകും, എല്ലാ നിലക്കും ഞാൻ മുൻനിരയിൽ ഉണ്ടാകും. എല്ലാ ആളുകളും ഖബർസ്ഥാനിൽ നിന്നിട്ട്
ഞാനങ്ങ് അടയാളം വെക്കുകയാണ് നബിയേ. എന്നിട്ട് എല്ലാ ആളുകളും രാത്രി ഉറങ്ങുന്ന സമയത്ത് നട്ടപ്പാതിരിലേക്ക് ഞാൻ ഖബർസ്ഥാനിൽ വരുന്നു. ഖബർസ്ഥാനിൽ വന്നതിന് ശേഷം ആ മണ്ണങ്ങ് മാറ്റുന്നു. അതേപോലെ തന്നെയാണ് മോഡല് മാറ്റുന്നു. അതിലുണ്ടാകുന്ന മയ്യത്തിനെ എടുത്തിട്ട് കഫംപുട ഞാൻ പറിച്ചെടുക്കുന്നു. കഫംപുട പറിച്ചെടുത്തതിന് ശേഷം ഈ കഫംപുട വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ടാണ്, വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. അല്ലാഹു തങ്ങളോട് ചോദിച്ചു, അല്ലാഹു എനിക്ക് മാപ്പ് തരുമോ? ഫഅല്ലി മിന തൗബ, അല്ലാഹ് എൻ്റെ തൗബ സ്വീകരിക്കുമോ റബ്ബേ? അല്ലാഹു പറഞ്ഞു, അല്ലാഹു പൊറുക്കുന്നവനാണ്, ഇസ്തിഗ്ഫാർ തേടുന്നവനാണ്. ഈ മനുഷ്യന്റെ കരച്ചിൽ നിൽക്കണില്ല. നബിയെ, ഇതേപോലെ തന്നെ ഞാൻ വേറൊരു തെറ്റും പോലെ ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്. കരച്ചിൽ കൂടിയതിന്റെ പേരിൽ പറയാൻ വയ്യാതെ ഇന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതല്ലേ, പറയൽ നിർബന്ധമാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കോ ഒരു സുന്ദരിയായ ചെറുപ്പക്കാരി എന്റെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയി വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അതേപോലെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. പള്ളിയിൽ വന്നോ, നിസ്കരിച്ചോ, മറവ് ചെയ്തോ, ആളുകൾ പോയി അടയാളം വെച്ചോ, സാധാരണ ചെയ്യുന്ന രൂപത്തിലെല്ലാം ഞാൻ ചെയ്തു പോയി നബിയേ. എല്ലാ ആളുകളും ഉറങ്ങിയതിന് ശേഷം ഞാൻ പള്ളിക്കാട്ടിലേക്ക് വന്നോ. ആ കൈക്കോട്ട് കയ്യിലുണ്ടായിരുന്നു, മണ്ണ് മാന്തി. അതേപോലെ തന്നെയാണ് മോഡല് മാറ്റി, കഫംപുട എടുത്തു മാറ്റി. വീണ്ടും ഞാൻ മോഡൽ എടുത്തുകൊണ്ട് മറവ് ചെയ്തു. മാത്രമല്ല മണ്ണിട്ട് മോടി, മീസാൻ കല്ല് അതുപോലെ വെച്ചു. എന്റെ കയ്യിൽ കഫംപുടയുണ്ട് ആ സ്ത്രീയുടെ. അവിടുന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നുണ്ട്. ഇത്രത്തോളം സുന്ദരിയായ പെണ്ണിനെ നീ ദുനിയാവിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ആരാരുമില്ലാത്ത സ്ഥലമാണല്ലോ ഇത്. എന്തിനാണ് നീ പേടിക്കുന്നത്? വേണ്ട ആഗ്രഹങ്ങളെല്ലാം ചെയ്തോട്. വീണ്ടും സുബ്ഹാനല്ലാഹ് കൈക്കോട്ടെടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് മണ്ണെടുത്തു മാറ്റി, മോഡല് മാറ്റി. ചെറുപ്പക്കാരന് നഗ്നനായ സ്ട്രെസ്സില്ലാത്ത കോലത്തിൽ കണ്ടപ്പോഴേക്കോ ഈ മനുഷ്യന് വിചാരമുണ്ടാവുകയാണ്. ഈ ചെറുപ്പക്കാരിയെ ഖബറിലിട്ടങ്ങ് വിഭജിച്ചു നബിയേ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറയോടുകൂടെ കിസ്റനെയും കൈസറിനെയും വെട്ടിമുറിപ്പിച്ചതായ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായ എന്ത് പാതകമാണ് ചെയ്തത്? അവിടുന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഫഅല്ലി മിന തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? നബിയേ, എന്ത് ദുന്യവിയായ ശിക്ഷയും ഞാൻ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുന്ന സമയത്തുള്ള ശിക്ഷ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പടച്ചറബ് ഇവിടെ നിന്ന് എനിക്ക് പുറത്തു തരുമോ? അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരയുകയാണ്. നബി തങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. അന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. ഖബറിലിട്ട് വിഭജിച്ചതായ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. നീ ഇവിടെ നിന്ന് പോകണം, ഈ സ്ഥലത്തിൽ നിന്നിട്ട് പോകണം. ഇനിയെങ്കിലും പടച്ചറബിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. നീ ഇതുവരെ ചെയ്ത തെറ്റുണ്ടല്ലോ, അല്ലാഹു നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ കരുണ എത്ര! അല്ലാഹുവിനെ ഏറ്റവും വലിയ പൊറുക്കുന്നവനെ,
അള്ളാഹ്ക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് ചോദ്യം ഇഷ്ടമാണ്. അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ആ നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മളോട് അങ്ങനെ നമ്മളോട് കാര്യം ചോദിക്കും, നമ്മളോട് ഇഷ്ടമല്ലേ? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാളിപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരാളോട് ചോദിക്കുക, ഒരാളോട് കാണാം, എനിക്ക് എന്താ ചെയ്യുക, 5000 റുപ്യേൻ്റെ ആവശ്യമുണ്ട്, എനിക്കൊന്ന് തരുമോ? എനിക്ക് ഫസ്റ്റൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് തരും, പള്ളിക്കത്തെ ഹത്തീവും സ്വാധീനമൊക്കെ അല്ലേ, അപ്പോൾ 5000 തരും. പിന്നെ ഞാൻ എന്താ ചെയ്യുക, 5000 കൊടുക്കാതെ ആളോടെന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് പ്രയാസം ഉണ്ടല്ലോ, 5000 രൂപയുടെ തരുമോ? ഇപ്പം എന്താ അന്ന് പ്രയാസം എന്താണെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചോദിച്ചാൽ എന്ത് പ്രയാസം ഇപ്പം ഉള്ളത്? എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അപ്പോൾ ചോദിക്കുക, കോലം മാറിയിട്ടാ തരുന്ന ആളെ കോലം മാറി. അതേപോലെ തന്നെ മൂന്നാമത്തെ അപ്പം ഇങ്ങനെ 5000 തന്നു, മൂന്നാമത്തെ ദിവസം ചോദിക്കണം, ഉസ്താദേ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടാനില്ല, എന്താ പറയാ, എന്തെങ്കിലും ഇല്ല എന്ന് പറയും. ഇതാണ് മനുഷ്യന്മാര്. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനെയില്ല. റബ്ബിനോട് ചോദിക്കുന്നവരുണ്ടല്ലോ, അള്ളാഹ്ക്ക് അവന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇനി കുറച്ച് 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങളാണ്. ഇത് പകർത്തലോടുകൂടെ നമ്മുടെ പാപങ്ങളെല്ലാം കൊടുക്കും. ഇതൊക്കെ ഇസ്തിഗ്ഫാർ നമ്മുടെ 750ഉം 100ഉം ഒരാൾക്ക് ജീവിതത്തിൽ എല്ലാ രാവിലെയും വൈകുന്നേരം പറയാൻ സമയം കിട്ടിയില്ലെങ്കിലും, നിങ്ങളും സ്ത്രീകളാവുന്ന ചിലപ്പോൾ സമയങ്ങളൊന്നും കിട്ടൂല, വീട്ടിലുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് ഒരാൾക്ക് കഴിയില്ല. ചില സംസാരങ്ങളിലൂടെ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ പാപങ്ങൾ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതും കൂടെ പറയട്ടെ, നിർത്താൻ അയക്കണോ? ഇല്ല, അതും പാടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് 1-2 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഏറെക്കുറെ പറയപ്പെട്ട സമയമാകും. മഹാനായ അബൂ ലൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, 7 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ, ഈ 7 കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം എന്നല്ലട്ടാ, ചെറിയ കാര്യങ്ങളാണ്. 7 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാലും നിങ്ങളുടെ ദോഷങ്ങളെല്ലാം പടച്ചറപ്പ് പുറത്തു തരുന്നതാണ്. എത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ സമുദ്രത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്താലും പടച്ചറപ്പ് പുറത്തു തരുന്നു ഈ 7 കാര്യത്തിലൂടെ. ഈ 7 കാര്യത്തിലൂടെ സമുദ്രത്തിലെ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്താലും പടച്ചറപ്പ് പുറത്തു തരുമെന്ന് മഹാനായ അബൂ ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വലിയ ആലിമാണ്, വലിയ പണ്ഡിതാണ്. ഒന്നാമതായി അവിടുന്ന് പറയുന്നുണ്ട്, എന്ത് നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹ് എന്ന് പറയണേ. എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, നമുക്ക് മനസ്സിൽ തോന്നുമല്ലോ എന്ത് കാര്യം തുടങ്ങണ സമയത്ത് ബിസ്മില്ലാഹ്. നമ്മൾ വീട്ടിലൊക്കെ ഒരു അരി എടുക്കണം സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം പറഞ്ഞെടുക്കുക. ഇനി അത് കേൾക്കാൻ തുടങ്ങാണ്, ഒരു മുടക്കില്ലല്ലോ. നമ്മൾ ആ ചിന്തകളും മറ്റുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് എനിക്ക് കൂലി കിട്ടണം എന്നുള്ള നിലക്കാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ സ്വർഗത്തേക്ക് പോകാനുള്ള മാർഗമാണ്. ആണുങ്ങൾക്കാണ് എന്താ ചെയ്യുക സ്വർഗത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളത്. സ്വർഗത്തിലെ 8 കവാടം തുറക്കുന്നത് ആണുങ്ങൾക്ക് തുറന്നില്ല, പെണ്ണുങ്ങൾക്ക് തുറക്കുള്ളൂ. ഒരൊറ്റ കണ്ടീഷനുള്ളൂ, മരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ പ്രീതി കിട്ടണം. അവരുടെ സ്നേഹം കിട്ടിയ പെണ്ണാണെങ്കിൽ സ്വർഗത്തിലെ 8 കവാടം അവൾക്ക് തുറന്നു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആണുങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഒരു ഭാര്യൻ്റെ മാത്രം കിട്ടിയ പോരാ, അതിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, മക്കളുണ്ട്, മകളുണ്ട്, അയൽവാസികളുണ്ട്, അവരോട് കൊടുക്കുന്ന ഹക്കുകളുണ്ട്, കടമകളുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരൊക്കെ ഒരു എന്താ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തുള്ള ഒരു പേര് നിങ്ങൾ ഒപ്പിട്ടേരാം, എന്നെ നല്ല ആളാണ്, എൻ്റെ ഹക്കുകളൊക്കെ വീട്ടിയവനാണ് എന്നുള്ള മനസ്സോടെ ഒപ്പിട്ട് തന്നിക്കണമെങ്കിലേ ആ ഉപ്പാക്ക് സ്വർഗം കിട്ടുള്ളൂ, ആ പുരുഷന് സ്വർഗം കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരൊറ്റ ഒപ്പ് കിട്ടിയാൽ മതി, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒപ്പ് കിട്ടിയാൽ മതി.
അവനെ തുതി ആ മനുഷ്യനെ എന്ത് ചെയ്യുക, സന്തോഷിപ്പിക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതം തന്നെ ഇബാദത്തിലാവാൻ നമുക്ക് സാധിക്കും. സ്ത്രീകളാവുന്ന നിങ്ങൾക്കൊക്കെ നല്ല സുഖമാണ്, വീട്ടിൽ കുത്തിർക്കാണ്, എന്ത് കാര്യം നമ്മൾ അരിടാണെങ്കിലോ, ഇപ്പോൾ ഒരാൾ തക്കാളി മുറുക്കാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അടുപ്പത്ത് വെക്കുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എടുക്കുകയാണെങ്കിലും ബിസ്മില്ലാഹ്. എപ്പോഴും എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ദിക്ർ ചൊല്ലുക. അതേപോലെ തന്നെയാണ് എന്ത് നല്ല കാര്യത്തിൽ നിന്നും വിരമിച്ചാലും അവസാനം പറയണേ അൽഹംദുലില്ലാഹ്. നമ്മൾ അൽഹംദുലില്ലാഹ് പറയൽ എപ്പോഴാണ്? നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം അൽഹംദുലില്ലാഹ് എന്ന് പറയും. പക്ഷെ ഭക്ഷണം മാത്രമല്ലല്ലോ നമ്മൾ അവസാനിപ്പിക്കല്. എല്ലാത്തിലും നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള ദിക്റുകളിലൊക്കെ എന്തുണ്ട്, ഒരു ഹംദ് വരുന്നുണ്ട്. അവസാനം നമ്മൾ ബാത്റൂമിൽ നിന്നിട്ട് ഇറങ്ങി പോരാണ്, ഹംദ് ഉണ്ടോ? ഒക്കെ ഹംദിനോട് ബന്ധപ്പെട്ട. അപ്പൊ എന്ത് നല്ല കാര്യത്തിൽ നിന്നിട്ടും അവസാനിക്കുമ്പോൾ ചെറുപ്പക്കാരികളെ അൽഹംദുലില്ലാഹ് എന്ന് പറയണേ. എന്നാ സമുദ്രത്തിലെ നിലപോലെ തെറ്റ് ചെയ്താലും പടച്ചറപ്പ് പുറത്തു തരുന്നതാണ്. മൂന്നാമതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നാവിലൂടെ എന്തെങ്കിലും തെറ്റുകൾ വന്നാലോ, കുറ്റങ്ങൾ വന്നാലോ, ചിന്തയിൽ വന്നാലോ ഉടനെ പറയണേ ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, സഹോദരികളെ, ഉടനെ പറയുക അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കണം, ഈ നമ്മുടെ രണ്ട് ഭാഗത്ത് രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ. ഏത് മലക്ക് പറയും? റഖീബ് അതീദ് അല്ലേ? ഈ രണ്ട് മലക്കുകളും എന്ത് ചെയ്യും? നന്മയും തിന്മയും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ റഖീബ് അത് എതിർക്കും. ഇനി അതീദ് ഉണ്ടല്ലോ, സ്പോട്ടിൽ ഒരാൾ തെറ്റ് ചെയ്താൽ എഴുതിക്കൂല എന്നത്ര. റസൂൽ പറയട്ടെ, അത് ഞാൻ കേവല വർത്താനായിട്ട് കൂട്ടണം. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. എന്ത് ചെയ്യാ? അതീദ് അത് എഴുതി വെക്കാൻ വേണ്ടുന്ന മടിക്കും. എന്ത് പറയണ്ടോ നോക്കട്ടെ? ഇസ്തിഗ്ഫാർ പറയണ്ടോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് അവിടെ എഴുതി വെക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖീബ് മാറ്റിട്ടുണ്ട് പറയാൻ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ നാവിലൂടെ, ചിന്തയിലൂടെ, പ്രവർത്തനത്തിലൂടെ വന്നാലോ ഉടനെ പറയലേ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണേ. നാലാമതായി പറയുന്നത്, ഏതെങ്കിലും നിനക്ക് അരോചകമായി തോന്നുന്ന കാര്യങ്ങൾ കണ്ടാലോ, അതേപോലെ അറിഞ്ഞാലോ, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉടനെ നടന്നാലോ അവൻ ഉടനെ പറയട്ടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുക. അങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയുമോ? ചിലപ്പോഴത്തെ നമ്മൾ കല്യാണ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കല്യാണ വീട്ടിൽ ചില ഉമ്മാരൊക്കെ പോകും. ചില ഉമ്മാരെ നല്ല നിസ്കാരം മുത്തക്കിയായ ഉമ്മാരൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു 5 കൊല്ലം പോലെ ആയി. ഒരു ആഭാസയിക്കില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തൊന്നും ഒഴിവാക്കിയിട്ട് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് നമ്മളെ തന്നെ പറയിപ്പിക്കുന്ന സംസ്കാരവുമായിട്ടാണ് ഇപ്പോഴത്തെ തലമുറ പോണത്. അവിടെ ഒരിതില്ലാതെ, ലജ്ജയില്ലാതെ, ഉറപ്പില്ലാതെ സ്റ്റേജിന്മേൽ ആടിയിട്ടും അവിടെ ആടിയിട്ടും ഇവിടെ ആടിയിട്ടും അവിടെ കളിച്ചിട്ടും ഇവിടെ കളിച്ചിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അവിടെ കേക്ക് മുറിച്ചിട്ടും ഓല വായിൽ വെച്ച് കൊടുത്തിട്ടണോ ആൾക്കാരുടെ മാലട്ടി കൊടുക്കലോ ഒക്കെ സ്വകാര്യം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ പൊതുവായിട്ട് ചെയ്യുമ്പോൾ ഒരു ഉമ്മമാക്കോ അതേപോലെ തന്നെയാണ് വാപ്പാർക്കോ ഓല് പറഞ്ഞ് നടക്കൂല. ഓല് പറഞ്ഞാൽ എന്താ, അതൊക്കെ തന്ത വൈബാണ് അല്ലെങ്കിൽ തള്ള വൈബാണ്, ഒന്ന് പൊയ്ക്കാളിമ്മ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒഴിവാക്കി വിടും. അങ്ങനെ നമ്മൾ പിടിക്കാൻ കിട്ടൂല എന്ന് തോന്നാണെങ്കിലും എൻ്റെ ഉമ്മമാരെ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഉടനെ പറയണേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ദിക്ർ ചൊല്ലുക. എന്നാൽ നമ്മുടെ ദോഷങ്ങളെല്ലാം പടച്ചറപ്പ് പുറത്തു തരുന്നതാണ്. 5
മഹാനായ അബൂ ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നാളേക്ക് വേണ്ട ഒരു കാര്യം നീ തീരുമാനിക്കുമ്പോ ഉടനെ പറയണേ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. നാളേക്ക് വേണ്ടിയിട്ടൊരു കാര്യം, നാളെ ഒരു സൽക്കാരത്തിന് വിളിക്കാളി, കല്യാണത്തിന് വിളിക്കാളി, എന്നാ വരണ്ടിട്ടോ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. ലാസ്റ്റ് പറയാം. നടക്കാൻ പോവാത്ത കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു വേണം അവസാനിപ്പിക്കുക. ആറാമതായി മഹാനായ അബൂ ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ല മുസീബത്തുകളോ വല്ല ബലാവോ വല്ല ആഫത്തോ വന്നാലോ കേട്ടാലോ അവൻ പറയണേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് നമ്മളെപ്പോഴാ ചെല്ലാറുണ്ടോ? മരിച്ചു വെച്ച സമയത്ത് ഇന്ന ആള് ഇന്ന സ്ഥലത്ത് മരിച്ചിട്ടുണ്ട്, പക്ഷെ അത് മാത്രല്ല മുസീബത്തുള്ളത്. ഒരു മുസീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മുസ്ലിമിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ എന്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുത്ത് വരികയാണ്, ക്ലാസ്സിൻ്റെ ഇടയിൽ കറണ്ടാണ് പോയി. അപ്പോൾ നമ്മൾ പറയണം ഇന്നാലില്ലായി വൈകുന്നേരം എന്ന് പറയണം. എന്താ നമ്മൾ ക്ലാസ് എടുക്കണം തടസ്സമായിട്ട് വന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എന്തും മുസീബത്ത് വന്നാലും ആഫത്ത് വന്നാലും ഉടനെ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏഴാമതായി അബൂ ലൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലായി കൂടുതലായി ചൊല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഈ ദിക്റുകളിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണമാണ് എന്ന് അബൂ ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് 7 കാര്യം പറഞ്ഞത്. ഇത് ജീവിതത്തിൽ പകർത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ പറഞ്ഞ് അമൽ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നുണ്ട്. ആ അമലുകൾ ഏതൊക്കെ എന്ന് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി തങ്ങൾ പറയുന്നു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിൽ ഖതായ. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മായിച്ചു തരുന്ന കാര്യങ്ങൾ സഹാബ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബികളോട് പറയാ, സഹാബികളോട് ചോദിക്കാണ്, നിങ്ങളുടെ പാപങ്ങളെല്ലാം മായിച്ചു തരുന്ന ഇല്ലാതെയാക്കുന്ന സൽക്രമം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവിടുന്ന് സഹാബികൾ പറഞ്ഞു, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. നബിയേ പറഞ്ഞു തരീ, എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? അവിടുന്ന് പറഞ്ഞു, ഖാല ഇസ്ബാഹുൽ വുദൂഇ അലാ മകാരിഹാ. ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിന്റെ വുദൂഇനെ നീ നന്നാക്കല. ശ്രദ്ധിക്കട്ട, നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണപ്പെടുന്നതായ ഒരു സുഹൃതമാണ് ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് വുദൂഇനെ നന്നാക്കുക. എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് പറഞ്ഞാലേ, നല്ല ഡിസംബർ മാസത്തിലൊക്കെ അല്ല തണുപ്പുണ്ടാവില്ലേ? ഈ തണുപ്പ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ ചില മടിയത്തികളായ അല്ലെ മടിയന്മാരായ ആളുകളൊക്കെ ചെയ്യുന്ന എന്താണെന്നോ, ചിലപ്പോൾ ഉദൂവിൻ്റെ ഫർദിനെ വിട്ടത് 3 വട്ടം കഴുകല്, ഇത് ഒരു പ്രാവശ്യമായിട്ട് ചുരുക്കും. ഇത് തണുപ്പ് വിറച്ചിട്ടിക്കൂല. നമ്മൾ ദർസിൽ പഠിച്ച സമയത്ത് കരവാരക്കുണ്ടായിരുന്നു, നമ്മൾ ദർസിൽ ഇവിടെ ഭാഗത്ത്, അവിടെ സുബൈൻ്റെ സമയത്ത് ഈ 7ാം ക്ലാസ്സിനാണ് ദർസിക്ക് പോയത്. ഈ പോണ സമയത്ത് ഈ ഇതേമാതിരി തണുപ്പുള്ള സമയത്ത് പേരും തണുപ്പായിരിക്കും, അങ്ങനെ വറക്കായിരിക്കും. അടുന്ന സമയത്ത് ചില വിഷയങ്ങളിലൊക്കെ മടി വരും. ഒന്നുണ്ടാക്കാനാവട്ടെ, കുളിക്കാനാവട്ടെ, മറ്റൊക്കെ മടി വരും. കാരണം നല്ല തണുപ്പുള്ള സമയം. അപ്പൊ ഞാൻ പറഞ്ഞു, തണുപ്പുള്ള സമയത്ത്, ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിന്റെ സുന്നത്തുകളൊക്കെ എടുത്ത് നല്ല റാഹത്തായ വുദൂ ചെയ്യുക. എന്നാൽ നിന്റെ പാപം അല്ലാഹു മായ്ക്കുന്നതാണ്.
അതേപോലെ തന്നെയാണ് വകസുറത്തുൽ ഖുത്ത അലൽ മസാജിദി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബാധിക്കണല്ല, പള്ളിയിലേക്ക് നടന്നു പോകൽ അധികരിപ്പിക്കുക. നമ്മൾ പറഞ്ഞേക്കാമല്ലോ, കുത്തുന്ന ഉമ്മാരൊക്കെ പറഞ്ഞു വണ്ടി എടുത്ത് പറഞ്ഞേക്കാം, വണ്ടി എടുത്ത് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ, വണ്ടി എടുത്തുകാണ്ട് പോവാതെ നടന്നിട്ട് പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. അതാണ് പറഞ്ഞത്, നടന്നിട്ട് നടത്തൽ ജാസ്തിയായി പള്ളിയിലേക്ക് വരുന്നവരുടെയും ദോഷം പൊറുക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഉമ്മമാരെ ശ്രദ്ധിക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മറ്റു നിസ്കാരത്തെ പ്രതീക്ഷിക്കുക. ദുഹർ കഴിഞ്ഞു, ഇനിയിപ്പോ എല്ലാത്തും സന്തോഷം, അസർ നിസ്കരിക്കണമല്ലോ, അസർ നിസ്കരിക്കണമല്ലോ, അസർക്ക് എനിക്ക് വേഗം എത്തണമല്ലോ, വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവണം. എന്നാൽ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. ഇതെല്ലാം ശൈത്താനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നന്നാക്കി ഉണ്ടാക്കുക, സുന്നത്തുകളെ കൊണ്ട് നല്ല പാലിച്ച്, അതേപോലെ തന്നെ 3 പ്രാവശ്യം ചെയ്യണം, 3 പ്രാവശ്യം ചെയ്യാം. വായിൽ വെള്ളം കയറ്റി ചീറ്റി, മുക്കിൽ വെള്ളം കയറ്റി ചീറ്റി ചെയ്തുകാണ് ചെയ്യുന്ന കാര്യങ്ങളും. അതേപോലെ അതിന് ശേഷമുള്ള ദിക്റുകളൊക്കെ ചെല്ലാം. അതിൻ്റെ ശേഷമുള്ള ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിൻ്റെ 8 വാതിലും തുറന്നു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പറഞ്ഞില്ലേ, ഇബാദത്ത് കുറേ നമ്മൾ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇബാദത്ത് ചെയ്യലല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്ത് തന്നെ കേട്ടോ. എന്നെത്തിയിട്ട് ഞാൻ ഇപ്പോൾ തസ്ബീഹിനെ കുറിച്ച് ആൾക്കാരൊന്നും കുറ്റപ്പെടുത്തി പറയല്ലോ, ഒരു ഇസ്തിഗ്ഫാർ സ്വലാത്തെ കുറിച്ച് അവർക്ക് അങ്ങനെ ഒരു കാണുന്നുണ്ടോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിലില്ലാഞ്ഞാൽ മതി. എന്തായാലും നമ്മൾ നിസ്കരിച്ചണല്ല, നമ്മൾ ആലോചിച്ച് നോക്കിയാണ്, എന്തായാലും നിസ്കരിക്കുക. നിസ്കാരമില്ലാതെ ഒരു നിലക്ക് രക്ഷപ്പെടില്ല. നിസ്കരിച്ചോനെ രക്ഷപ്പെടുള്ളൂ, നിസ്കരിക്കാത്തവർക്കാണ് നിലകളുള്ളത് എന്നൊക്കെ നമുക്കറിയാം. എന്തായാലും നമ്മൾ നിസ്കരിക്കണം. നിസ്കരിക്കണ സമയത്ത് എന്ത് ചെയ്യണം? ഒന്നുണ്ടാക്കണം. പോലെ ഒന്നുണ്ടാക്കുക, ബ്രഷൊക്കെ ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക, പ്രാർത്ഥന ചെയ്യുക, എന്തായാലും ചെയ്യണ കാര്യങ്ങളല്ലേ. ഒന്ന് ആത്മാർത്ഥതയോട് കൂടെ ചെയ്യുമ്പോൾ സ്വർഗം നമുക്ക് ലഭിക്കാൻ കാരണമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാം, അബൂ ഹനീഫ ഇമാം വുദൂഇന്റെ വെള്ളം നോക്കിയിട്ട് തെറ്റി എന്താണെന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒതോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ അവയവത്തിലൂടെ കണ്ണോണ്ട് വന്ന തെറ്റെന്താ, കൈകൊണ്ട് വന്ന തെറ്റെന്താ, മുഖം കഴുകുമ്പോൾ അതിലൂടെ ഒഴിവാക്കുന്നതായ വെള്ളത്തിൽ നോക്കിയിട്ട് ഇന്ന കാര്യം ഇന്ന ആൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള കഴിവുണ്ടായിരുന്നു മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കണം, എപ്പോഴും വുദൂ ഉണ്ടാകുക. അതേപോലെ തന്നെയാണ് വുദൂവിനെ നന്നാക്കി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സ്വപ്നം കണ്ടു. നബി തങ്ങൾ സ്വപ്നം കണ്ടു. ആരെയാണ് സ്വപ്നത്തിൽ കാണുന്നത്? സ്വർഗ്ഗത്തിൽ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അതേപോലെ തന്നെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണുള്ളത്. സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിൽ വസിക്കുന്ന രൂപമാണ് നബിതങ്ങള് സ്വപ്നത്തിൽ കണ്ടു. പിറ്റേ ദിവസം കുറച്ചു കഴിഞ്ഞതിന് ശേഷം ബിലാലിനോട് ചോദിച്ചു, ബിലാലേ, നിന്നെ സംബന്ധിച്ച് നീ സ്വർഗ്ഗത്തിലാണ്, അതേപോലെ സ്വർഗ്ഗത്തിൽ വസിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ ബിലാലേ. ബിലാലിനോട് ചോദിച്ചു, നീ എന്ത് സുഹൃതമാണ് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാനുള്ള സുഹൃത എന്താണ് ചെയ്തത്? അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്കില്ലാ സമയം എനിക്ക് ഉദൂദായിമാണ്, ഉദൂദ് കൃത്യമാണ്. ഉദൂദ് എടുത്തതിന് ശേഷം 2 റക്അത്ത് പടച്ചറബ്ബിലേക്ക് ഞാൻ ചെയ്യും, ഇബാദത്ത് ചെയ്യുന്നു, നിസ്കരിക്കുന്നു. ഇത് പറഞ്ഞ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ബിലാലേ, അത് തന്നെയാണ് ശരി. ഈ സുഹൃതം ചെയ്തതിന്റെ പേരിൽ, ഇബാദത്ത് ചെയ്തതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ ബിലാലിനെ കണ്ടു എന്ന് നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളൂഹിനെ നന്നാക്കുക നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. മാത്രമല്ല നമ്മുടെ കണ്ണുകൊണ്ട് ചിലപ്പോൾ നിസ്സാരമായി കാണുന്നതല്ല അള്ളാന്റെ അടുക്കലോ അതേപോലെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണമാണ്. അതിൽപ്പെട്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നൽ മുഅ്മിന ഇദാ ലഖിയൽ മുഅ്മിന, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, അവർ സലാം പറയും. ഒരു മുസ്ലിം മറ്റു മുസ്ലിമിനെ കണ്ടാൽ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കണ്ടാൽ അവർ പരസ്പരം സലാം പറയും. അതേപോലെ തന്നെയാണ് രണ്ടാളും പരസ്പരം കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്യും. കൈ കൊടുത്ത് സലാം പറയും. ഇവിടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനല്ല. ഹറാമ് വരുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റും. സലാം പറഞ്ഞെടുത്ത് ഇവിടെ ചിലപ്പോൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ചില രക്ഷിതാക്കളൊക്കെ വിളിക്കുമല്ലോ, ഉസ്താദ്മാർക്കൊക്കെ വിളിച്ചു പറയും. പോലെ എന്താ നല്ല ഉമ്മാരെ നല്ല സഹോദരാണ് സലാം പറയുന്ന ആൾക്കാരാന്ന് കരുതിയിട്ട് എന്താ നമ്മളോട് ഇറക്കാൻ എന്ത് ചെയ്യാം, അസ്സലാമു അലൈക്കും ഉസ്താദേ എന്ന് പറയും. ഈ സലാം പറയുന്നത് വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആ സലാം പറച്ചിൽ പാടില്ലാത്ത സലാമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദനീയമായ ആളുകളോട് മാത്രമേ സലാം പറയത്തുള്ളൂ. സലാമിൻ്റെ ആ ഒരു അദബ് അങ്ങനെയാണ്, മര്യാദ അങ്ങനെയാണ്. ഇനി സലാം പറഞ്ഞ ആൾക്കാരെ മികത്തി പറയില്ല, പോലെ അറിയാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ എല്ലാം ഉമ്മാരായിരിക്കും, പ്രായമുള്ള ഉമ്മാരായിരിക്കും. ഓരോടൊപ്പം ചില വീട്ടിലൊക്കെ പോകുന്നിടത്ത് എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ചില വരുന്ന സമയത്ത് നമ്മൾ ഇത് വിഷയം പറയാൻ പറ്റുന്നില്ല. ഓല് നമുക്ക് തരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഓല് ഭക്ഷണം തരുന്ന ആൾക്കൊക്കെ ഓലൊക്കെ നമ്മൾ ഉമ്മാരാണ്, സഹോദരാണ്. അപ്പോൾ ചിലപ്പോൾ സലാം പറയും. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ളത് സലാം പറയുന്നവരോടെ സലാം പറയാൻ പറ്റുള്ളൂ. സലാമിന് ഒരുപാട് അതറുണ്ട്. അന്യ പുരുഷനോട് സലാം പറയാൻ ഹറാമാണ്, കൈ കൊടുക്കാൻ പറ്റില്ല. ഒരു ആണ് അല്ലെങ്കിൽ മറ്റൊരു ആണിനോട്, ഒരു മുഅ്മിനാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് സലാം പറയുമ്പോ കൈ കൊടുക്കുമ്പോ കൈ കൊടുത്താൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തനാസറത ഖതായാഹുമാ കമാ യതനാസറു വറഖുശ് ശജറ, മരത്തിന്റെ ഉണങ്ങിയതായ മരത്തിന്റെ ഇലകൾ പൊഴിയുന്ന പോലെ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊഴിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖിയാമിൽ ലൈലി ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, രാത്രി നിന്നുള്ള നമസ്കാരമുണ്ടല്ലോ, ദഅബുസ് സാലിഹീന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളുടെ പാരമ്പര്യമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തഹജ്ജുദ് നിസ്കാരമാണ് കേട്ടോ. ഇവിടെ തഹജ്ജുദ് നിസ്കരിക്കുന്നവന്മാരൊക്കെ ഉണ്ടാവും, എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. തഹജ്ജുദ് നിസ്കരിക്കാത്ത സ്ഥലത്ത് നിസ്കരിക്കണം, കാരണം അല്ലാത്ത ഫضലുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫضൽ ഞാൻ പറയുന്നുണ്ട്. അത് ജീവിതത്തിൽ പകർത്തും നമുക്ക് എല്ലാ റാഹത്താവും, ടെൻഷനൊക്കെ മാറും. ഇവിടെ ഹദീസ് കൊടുത്ത ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ നിമിത്തങ്ങൾ പറയുന്നത് രാത്രിയുള്ള നിസ്കാരവും മുൻഗാമികളുടെ സ്വഭാവങ്ങളിൽപ്പെട്ട സ്വഭാവമാണ്. അതേപോലെ തന്നെയാണ് ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചാൽ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുപ്പം കാണിക്കുന്നവനാണ്. മാത്രമല്ല തെറ്റിനെ തൊട്ട് പരിചയാണ്. നമ്മുടെ വിഷയം അതാണ്, തെറ്റിനെ തൊട്ട് പരിചയാണ്. അതേപോലെ തന്നെയാണ് പാപങ്ങളെല്ലാം പൊറുക്കുന്ന ഇബാദത്താണ് തഹജ്ജുദ് നിസ്കാരം. ശരീരത്തിന്റെ മരുന്ന, ഇവിടെ ശ്രദ്ധിക്കണം, ശരീരത്തിന്റെ രോഗത്തിന്റെ ശരീരത്തിലുള്ള രോഗത്തിന്റെ മരുന്നാണ്
തഹജ്ജുദ് നിസ്കാരം എന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നല്ല റാഹത്തായ രൂപത്തിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പടച്ചറപ്പ് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വില ഉണ്ടാവില്ല, വല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ അബൂലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ 7 കാര്യങ്ങളും അതേപോലെ തന്നെയാണ് വുളൂഇനെ നന്നാക്കലും, അതേപോലെ തന്നെ പിന്നെ പറഞ്ഞെന്താ മുസാഫഹത്ത് കൈ കൊടുക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നു. അതേപോലെ തന്നെയാണ് പിന്നത്തെ ഒരു കാര്യം 4 കാര്യം പറഞ്ഞതിൽ നിന്ന് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്. അതിനെ പറഞ്ഞ അല്ലാഹുവിലേക്ക് അടുപ്പം, അതേപോലെ തെറ്റിനെ തൊട്ടുള്ള പരിചയം, അതേപോലെ തന്നെയാണ് പാപത്തിൽ നിന്നിട്ടുള്ള പാപമോചനവും, അതേപോലെ തന്നെയാണ് ശാരീരിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളിലൊക്കെ മാറ്റം കിട്ടലൊക്കെ തഹജ്ജുദ് നിസ്കാരത്തിലൂടെ കിട്ടുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എന്നാൽ കേൾക്കണം, തഹജ്ജുദ് നിസ്കരിച്ചാലുള്ള ഫള് കേൾക്കണം. സ്വർഗ്ഗത്തിൽ സ്ഫടിക സമാനമായ വീട് ലഭിക്കുന്നതാണ്. സ്വർഗ്ഗത്തിൽ സ്ഫടിക സമാനമായ വീട് ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫിൽ ജന്നതി ഖുറഫൻ തുറാത് നൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ദുഹൂരിഹാ. സ്വർഗ്ഗത്തിൽ ചില വീടുണ്ട്. വീടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അതിന്റെ പുറഭാഗത്തിൽ നിന്ന് നോക്കിയാൽ ഉൾഭാഗം കാണുന്നു. ഉൾഭാഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുറഭാഗം കാണുന്ന സ്ഫടിക സമാനമായ വീടാണുള്ളത്. ഇത് ആർക്കാണ് കിട്ടുമോ എന്ന് ചോദിച്ച് സ്വർഗീയ സമാനമായതായ വീട്, സ്ഫടിക സമാനമായ വീട് ആർക്കാണ് കിട്ടുക എന്ന് ഒരു അഅറാബിയായ മനുഷ്യൻ മുത്ത് നബിയോട് ചോദിച്ചു. ഫഖാല നബി തങ്ങൾ പറഞ്ഞു, ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവനാണ്, സംസാരം നന്നാക്കിയവനാണ്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മള് ഈ സംസാരം നന്നാക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ ചിലർ മനസ്സിലാക്കുക ഓരോ ആൾക്കാരെ മുഖം വന്നില്ലെങ്കിൽ നല്ല റാഹത്തായിരിക്കും. ഈ മോശപ്പെട്ട ഒരാളാണെങ്കിലോ ഓരോടൊരു അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓളോടൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഓക്കെ വടക്കായിട്ടേ പറയുള്ളൂ, അതിൻ്റെ എതിരെ പറയുള്ളൂ, ഓരോട് ചോദിക്കേണ്ടത്. അപ്പോൾ ആൾക്കാരോട് പെരുമാറുമ്പോൾ നല്ല സൗമ്യമായി നല്ല സംസാരത്തോടുകൂടെ പെരുമാറണേ. അതേപോലെ തന്നെയാണ് ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് നോക്കുന്ന സമയത്ത് നോമ്പ് പിശലൊക്കെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് മറ്റുള്ള ഒരു വിരുന്നായിട്ടോ സൽക്കാരമായിട്ടോ മൗലൂദായിട്ടോ അത്തിപ്പായിട്ടോ ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ നല്ല കാര്യമാണ്. സ്വർഗീയ സമാനമായ വീട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് മൂന്നാമതായി നബി തങ്ങൾ പറയുന്നുണ്ട്, ഇവിടെയാണ് നമ്മുടെ ചർച്ച. ഉമ്മമാരെ, സഹോദരികളെ ശ്രദ്ധിക്കുക. രാത്രിയുടെ രാമങ്ങളിൽ എല്ലാ ആളുകളും കിടന്നുറങ്ങുമ്പോ, ഭർത്താവ് കിടന്നുറങ്ങുന്നു, മക്കൾ കിടന്നുറങ്ങുന്നു, ആരും അറിയാതെ എല്ലാ ആളുകളും ഉറങ്ങുന്ന സമയത്ത് രാത്രിയുടെ രാമങ്ങളിൽ അവൻ നിസ്കാരം പതിവാക്കിയവരാണ്. അവനിക്ക് സ്ഫടിക സമാനമായ വീട് സ്വർഗത്തിൽ ലഭിക്കുമെന്ന് നബി മുഹമ്മദ്
ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് പതിവാക്കുക. എല്ലാത്ത ഫضലുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മഹാനായ ഒരു ദിവസം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് വന്ന് പറഞ്ഞു, നബിയേ നിങ്ങളൊന്ന് എന്റെ അരികിലേക്ക് വരണം, വീട്ടിൽ നിന്നിട്ട് നിങ്ങൾ പുറത്തു വരണം. നബി തങ്ങൾ പുറത്തിറങ്ങി നബിയോട് പറഞ്ഞു, നബിയേ നിങ്ങളൊന്ന് ആകാശത്തേക്ക് നോക്കുക. ആകാശത്തേക്ക് നോക്കാൻ വേണ്ടി മുത്തുനബിയോട് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് നോക്കി. ജിബ്രീൽ ചോദിച്ചു, എന്തെങ്കിലും കാണാനുണ്ടോ നബിയേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് ചോദിച്ചു, നബിയേ എന്തെങ്കിലും കാണാനുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലേ ആകാശത്തിൽ സുന്ദരമായ നക്ഷത്രങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും കാണുന്ന രൂപത്തിലാണ് ഞാനും കാണുന്നത്. സുന്ദരമായ ആകാശമാണ് നബിയേ. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഉമ്മമാരെ പങ്ങന്മാരെ ശ്രദ്ധിക്കുക. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എന്നാൽ ഞങ്ങളും നോക്കാറുണ്ട്, ആകാശത്തിന്റെ വാസികൾ നോക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഞാൻ മറ്റുള്ള മലക്കുകളെല്ലാം നോക്കാറുണ്ട്. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രങ്ങളെ നക്ഷത്രങ്ങളെ ഞങ്ങൾ കാണാറുണ്ട് നബിയേ. ഇതുപോലെ പ്രഭയുള്ള നക്ഷത്രങ്ങളെ ഞങ്ങൾ കാണാറുണ്ട്. ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ജിബ്രീലെ ഉണ്ടാവുക? അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു, 3 സ്ഥലങ്ങളിലാണ് ഇതുപോലെ ചന്ദ്രനെ പോലെ നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങുന്നത്. 3 കേന്ദ്രങ്ങളാണ്. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു, ഒന്ന് അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനമുള്ളവർക്ക്, ഭൂമിയിൽ അല്ലാഹുവിന്റെ ഭവനമുള്ളവർക്ക് ആകാശത്തിൽ നോക്കുമ്പോ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇൽമ പഠിക്കുന്ന കേന്ദ്രങ്ങളാണ്, മദ്രസകളാണ്, കോളേജുകളാണ്, മറ്റുള്ള സ്ഥാപനങ്ങളാണ്, അറിവ് പഠിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആകാശത്തിലേക്ക് തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്. മൂന്നാമതായി ഉമ്മമാരെ ശ്രദ്ധിക്കുക. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന വീട് ഏതാണെന്നറിയുമോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടാ. തഹജ്ജുദ് നിസ്കരിക്കുന്ന വീടോ ആകാശത്തേക്ക് തിളങ്ങി നിൽക്കുന്ന ഒരു തിളക്കമാകുന്ന വീടാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആരംഭപൂർവ്വ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു. നിസ്കരിക്കണോലെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ എത്ര ഫضലുണ്ടാവും. നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെ ഫضൽ ഇത്ര ഉണ്ടെങ്കിൽ നിസ്കരിക്കണോലെ മഹത്വം എത്ര ഉണ്ടാവും എന്ന് ആലോചിക്കാൻ മതി. സ്വർഗത്തിൽ പ്രത്യേകമായി കിരീടം കൊണ്ട് അല്ലാഹ് അവരെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തഹജ്ജുദ് നിസ്കരിച്ച നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട എന്താ പറഞ്ഞ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണമാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെയാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് വരുന്ന ചൊവ്വാഴ്ചയാണ് നമ്മുടെ ബദർ ദിനം. അതൊക്കെ റമദാൻ 17 ബദർ ദിനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്,
ദിക്റുൽ അംബിയാ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ. അംബിയാ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയൽ ഇബാദത്താണ്, സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് പറയൽ അത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദരീങ്ങളല്ലാതെ സ്വാലിഹീങ്ങൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ ബദരീയല്ലേ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ബദരീങ്ങളുടെ നേതാവല്ലേ. അതേപോലെ തന്നെയാണ് ബദരീങ്ങളുടെ നേതാവാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ. ഇവരല്ലേ ബദരീകൾ. നബിതങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇസ്ലാമുണ്ടോ? 4 ഖലീഫമാരെ മാറ്റി നിർത്തി ഇസ്ലാമിന്റെ അടിസ്ഥാനമുണ്ടോ? വരുന്ന ചൊവ്വാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ബദർ ദിനമുള്ളത്. നല്ല വീട്ടിലൊക്കെ നല്ല ബദർ മൗലൂദൊക്കെ ചൊല്ലിയിട്ട് അവരെ തവസ്സുലാക്കി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് പള്ളിയിൽ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മക്കളൊക്കെ എല്ലാവരും പറഞ്ഞയക്കുക. ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സ്മരിക്കണം. നല്ല കഷ്ടപ്പെട്ട് പ്രയാസത്തോടുകൂടെ നിന്ന ആളുകളാണ് ബദരീങ്ങൾ. ഇന്ന് നമ്മൾ കേവലം നമ്മളെ പള്ളിയിൽ മദ്രസ നല്ല റാഹത്തായിട്ട് ഇസ്ലാമിൻ്റെ ചൈതന്യത്തോടുകൂടെ കൊണ്ടാൻ പോകുന്നുള്ള കാരണക്കാർ ബദരീങ്ങളാണ്. ആ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരുപക്ഷെ തോൽവി വന്നിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമോ? അല്ലാഹു അഅലം. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതല്ല, അല്ലാഹുവേ ഇവിടെ ഞങ്ങളെ നീ ജയിപ്പിച്ച് തന്നിട്ടില്ല എങ്കിൽ ഒരാളും തന്നെ അല്ലാഹ് പറയാൻ ഒരാളും തന്നെ ഉണ്ടാവില്ല. അവിടുന്ന് അള്ളാഹുവിന്റെ സഹായം കൊടുക്കുകയാണ്. ജിബ്രീലിനെ വിളിക്കുന്നു. 5000-ഓളം വരുന്ന മലക്കുകൾ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അല്ലാത്ത ഫദ്ലുണ്ട്. പല ആളുകളൊക്കെ ബദരീങ്ങളെ തവസ്സുലാക്കലൊക്കെ ശിർക്കാർ പറയുന്ന ആളുകളും ചുറ്റുഭാഗത്തൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ വാക്കിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. നമുക്ക് ഉസ്താദുമാരും ആലിമീങ്ങളും അതേപോലെ മഹത്തുക്കളും ഇമാമിങ്ങളും സഹാബികളും നബിതങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തോടുകൂടെ തന്നെ നമ്മൾ പോകണമെന്നാണ് ഇത്രത്തോളം പറയാനുള്ള. കാരണം ബദർ യുദ്ധത്തിനെ സംബന്ധിച്ച് സഹാബികളുടെ മക്കൾക്ക് പോലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പേരമക്കൾക്കും ബദർ യുദ്ധവും മറ്റുള്ള യുദ്ധങ്ങളൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് സ്വഹാബ കിറാമിലൂടെ ഹദീസ് സ്വഹാബ കിറാമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇന്ന് 1444 വർഷമാണ് വരാൻ കൊണ്ട് ബദർ യുദ്ധം നടന്നിട്ട്. ഈ ബദർ യുദ്ധത്തിൽ ഷഹീദായ ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് അവരുടെ ചരിത്രം നമുക്കറിയാം. ബദറിൽ പങ്കെടുത്തവരുടെ ഫള് എന്താണെന്ന് നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടി? നമ്മുടെ പൂർവികരായ ആളുകൾ കാണിച്ചു തന്നതാണ്. അതേപോലെ തന്നെയാണ് കിതാബിന്റെ താളുകൾ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യമായി കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ശിർക്കാക്കണ്ട. ശിർക്ക് നടത്തുന്ന ആളുകളെ ഓലങ്ങൾ പുറംകാല് കൊണ്ട് തള്ളിക്കളയുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതേ ആ ഒരു കാണിച്ചു തന്നൊരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഓഫർ എന്താണെന്ന് അറിയുമോ? നിങ്ങൾ എന്തും ചെയ്തോളി. ഒരാളെ പറ്റി പറയാം, ഒരാൾക്ക് അങ്ങനത്തെ ഒരു ഓഫർ എടുത്തിട്ടില്ലല്ലോ. ബദരീങ്ങൾക്ക് മാത്രമേ ആ ഓഫർ എടുത്തിട്ടുള്ളൂ. എന്തും ചെയ്തോളി, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ ബർക്കത്തുണ്ടാവും. അള്ളാഹ് ഉത്തരം തരും. കാരണം അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളാണ് ബദരീങ്ങൾ. ഓരോ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് വന്നാലും എന്ത് ചെയ്യാം, അള്ളാഹ് പുറത്തെടുത്തിട്ടുണ്ടെന്നാണ്.
എന്താണ് ഹദീസ് ആ ആയത്തിലൂടെ പറയുന്നത് എന്തും അവർ സ്വർഗീയ ലോകത്ത് സ്വർഗത്തിലുള്ള ഭക്ഷണവും പാനീയങ്ങളും അവർ കുടിക്കുന്നുണ്ട്. നിങ്ങൾ അവർ മരിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട, വിചാരിക്ക പോലും ചെയ്യരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ് വരുന്ന ചൊവ്വാഴ്ച. ഇൻഷാ അല്ലാഹ് ആ നേർച്ചയിലൊക്കെ അകമൊഴിഞ്ഞ് സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി നിങ്ങളെ ഞാൻ ഉണർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. 12:40 മാങ്കോ വന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളെ നമ്മളെന്ത് കറക്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് 1 മണിക്കൂറും 1.5 മണിക്കൂർ കറക്റ്റായി എന്നാലും വിഷയത്തിൻ്റെ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഇതിനനുസരിച്ചൊക്കെ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത നാളെ ഷുക്കൂർ ഉസ്താദായിരിക്കും ക്ലാസ് ഉണ്ടാവാം. അതേപോലെ തന്നെ പിന്നെ അടുത്ത ശനിയാഴ്ചയും ഞായറാഴ്ചയായിരിക്കും ഉണ്ടാവുക ക്ലാസ്. ഇനിയിപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് വരുമോ ക്ലാസ് എടുക്കാൻ? ഞാൻ ക്ലാസ് എടുത്താൽ വരുമോ? ഏതായാലും ചോദിച്ചു നോക്കട്ടെ, ഇതിനനുസരിച്ച് നമുക്ക് എടുക്കാം. നോമ്പല്ലേ? അപ്പോൾ ഏതായാലും ഈ ശനിയാഴ്ച ഞായറാഴ്ചയും അപ്പോൾ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് ശനിയാഴ്ച നമ്മൾ പറഞ്ഞില്ല അസ്വർ ഉസ്താദായിരിക്കും ഉണ്ടാവുക. ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് തൗബ മജ്ലിസ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊന്ന് കൂടണം. അതേപോലെ തന്നെ കൂടിയിട്ട് നമുക്കുള്ള റാഹത്തായിട്ട് കഴിയണം. ഇവിടെ 27 അന്ന് സ്ത്രീകളും കൂടെ വരലുണ്ടോ? ഇല്ലല്ലോ. 27 അന്ന് പള്ളിക്കത്തെ ഹയാത്താക്കുന്ന പരിപാടി ഉണ്ടാവില്ല അവിടെ? അന്ന് സ്ത്രീകൾ വരുന്നുണ്ടോ? നമ്മൾ ബറാത്തിന് നിങ്ങളൊക്കെ വന്നിരുന്നാ? ഏതായാലും നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഒരു അവസരം തരാൻ പറ്റുമോ നോക്കട്ടെ. അതിന് കമ്മിറ്റിയോടൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഇത്തവണ ഒരു അവസരം പാട് കിട്ടുകയാണെങ്കിൽ തോമ്പൊക്കെ ചെല്ലിയിട്ട് റമദാൻ അടുത്ത റമദാൻ ഞാനുണ്ടാവും എന്നറിയില്ലല്ലോ. നിങ്ങളാണോ അതേപോലെ ഞാനാണോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വരുന്ന ശനിയാഴ്ച ഉസ്താദും ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് അതോടുകൂടെ സമാപനമാണുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. റമളാൻ മാസത്തിലാണ് സദഖകളൊക്കെ ദാനധർമ്മങ്ങളൊക്കെ കൂടുതലാക്കി കൊടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله. ഞങ്ങൾ ഇവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ബദരീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഔലിയാക്കൾ ഉമറാക്കൾ പണ്ഡിതന്മാർ ശുഹദാക്കൾ അവിടെ ഹദറാത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടെ മദദും നസ്റത്തും കാവലും തർബിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആഫിദീങ്ങളാക്കണേ അല്ലാഹ്. ആലിമീങ്ങളാക്കണേ അല്ലാഹ്. നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുത്തുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിലായി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ പാപം പൊറുക്കണേ അല്ലാഹ്. ഉപ്പാന്റെ പാപം പൊറുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കണമല്ലോ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും ആരുടെ മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാക്കണേ അല്ലാഹ്. സ്വർഗീയ പരിമളം വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സന്തോഷപ്പെടുത്തുന്ന ഖബറാക്കണേ അല്ലാഹ്. അദാബിന്റെ മലക്കുകൾ വന്നുകൊണ്ട് ശിക്ഷിക്കുന്ന ഖബറാക്കല്ല അല്ലാഹ്. ഖബറിന്റെ വഹദത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഖുദ്സിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്. നീ പടച്ച എല്ലാവിധ ശത്രുക്കളുണ്ടോ അതെല്ലാം അതിനെ തൊട്ട് കാത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്.
പരിശുദ്ധ റമളാനിലാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. മുഴുവൻ സുഹൃതങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഏതെങ്കിലും നിലക്ക് റമളാനിൽ വരാൻ പാടില്ലാത്ത അരുതായ്മകൾ വന്നിട്ടുണ്ട് എങ്കിൽ നീ എല്ലാം പരിഹരിച്ച് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രതികൂലമാക്കി മാറ്റല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയും ഒരുപാട് റമളാനെ വരവേൽക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുന്നാർ നബിയെ കണ്ട് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ആഖിബത്ത് നന്നാവുക. അല്ലാഹുവേ, ബദരീങ്ങളുടെ സഹായം നൽകണേ അല്ലാഹ്. മരിക്കുന്ന വേളയിൽ ലഅനത്താക്കപ്പെട്ട ശൈത്താൻ കൂസയുമായി ഞങ്ങളെ കണിയിൽ കൊടുത്തുമ്പോൾ അല്ലാഹുവേ, ബദരീങ്ങളുടെ കാവൽ നൽകണേ അല്ലാഹ്. അവരുടെ കാവൽ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഹൃദയത്തിൽ തഖ്വ നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. കിബ്ർ, ഹസദ്, റിയാ, ഫഖ്ർ, ഉജ്ബ്, ഗളബ്, നിഫാഖിനെ തൊട്ട് കാത്ത് സലാമത്ത് നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുത്തഖീങ്ങളിലും മുഖ്ലസീങ്ങളിലും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ എന്തെല്ലാം സുഹൃതങ്ങൾ ചെയ്ത അതെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദ്ർ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, സുഹൃതങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകണേ അല്ലാഹ്. اللهم عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ഉമ്മമാരുണ്ട്, അസുഖങ്ങൾ കടക്കുന്നവരുണ്ട്, കുടുംബത്തിലായി ഉണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലായുണ്ട്. അല്ലാഹുവേ, ഈ ഇരുത്തിൽ തന്നെ വളരെ പ്രയാസപ്പെട്ട് കാൽമുട്ട് വേദനയായി, ഊരവേദനയായി, മറ്റു വേദനയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് ഇരിക്കുകയാണല്ലോ റബ്ബേ. നീ ശിഫ നൽകണേ അല്ലാഹ്. മരുന്നില്ലാത്ത രോഗം തന്നെ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, വീടും പറമ്പും വിറ്റുകൊണ്ട് ചികിത്സിക്കേണ്ട മാരകമായ അസുഖം നൽകല്ലേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة